നമസ്കാരം. ആർമീസ് മാത്സ് അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ S1 പോർഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ S1 സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലീനിയർ ഓൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്നാണ്. അതിൻ്റെ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് MAT 101 എന്നാണ് സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ സിലബസിനകത്ത് നിങ്ങളുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെട്രിക്സ് ആണ് വരുന്നത്. മെട്രിക്സ് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? +1 +2 നമ്മൾ മെട്രിക്സ് കണ്ടതാണ്. അപ്പോൾ മെട്രിക്സിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ആയാലും അഡീഷൻ ആയാലും ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ് മെട്രിക്സ്? അപ്പോൾ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. മെട്രിക്സ് എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ അറേ ഓഫ് റോസ് ആൻഡ് കോളം ആയിട്ട് പിന്നെ എന്തുവാണ് നമ്മുടെ എലമെൻസോ അല്ലെങ്കിൽ ഒബ്ജക്ട്സോ അങ്ങനെ എന്തെങ്കിലും ഒരു റെക്ടാങ്കുലർ അറേഞ്ച്മെൻ്റ് ആയിട്ട് എഴുതുന്നതാണ് മെട്രിക്സ് എന്ന് പലരും മനസ്സിൽ വിചാരിച്ചു കാണും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്തുവാണ്? എന്തിനാണ് ഇത് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നത്? ഇതിന് വേറെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് വല്ല ആവശ്യമുണ്ട്? ഇതിപ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും നമ്മൾ ചോദിക്കുന്ന കാര്യമാണ്, ഇത് നമുക്ക് വല്ലയിടത്ത് ഉപയോഗം ഉണ്ടായിട്ടാണോ പഠിക്കണേന്ന്. അപ്പോൾ അതുപോലെ നമ്മുടെ റിയൽ ലൈഫിൽ ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? അത് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഒരുപാട് പറയാനാണെങ്കിൽ അപ്പോൾ എല്ലാം എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. എവിടെയൊക്കെയാണ് ആപ്ലിക്കേഷൻ വരണേന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പം പല ബ്രാഞ്ചസിനകത്തും നമുക്ക് മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. സയൻസിനകത്തായാലും ആർട്സ് സബ്ജക്ട്സിനകത്തായാലും എക്കണോമിക്സിനകത്തായാലും സർവേ അങ്ങനത്തെ കാര്യങ്ങൾക്കായാലും ഒക്കെ നമുക്ക് മെട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോയതല്ലേ. ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞുതരാം. നമ്മൾ കാണുന്ന സിനിമ, നമ്മൾ ചില സിനിമ 3D സിനിമ കാണാൻ പോകത്തില്ലേ? അപ്പോൾ നമ്മൾ 2 ഡയമെൻഷനിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ചില സാധനങ്ങൾ നമുക്ക് 3D ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ? അപ്പോൾ ആ ഒരു ഫീലിംഗ്, ആ 2 ഡയമെൻഷനിൽ നിന്ന് 3D എന്ന് പറയുന്ന ഫോമിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നതിന് കാരണം മെട്രിക്സിൻ്റെ ചില പ്രോപ്പർട്ടീസാണ്. അവിടെ മെട്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുവാണ് എന്നുള്ളത് നമ്മൾ അതിൻ്റെ അഡ്വാൻസ് ആയിട്ട് പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു ആപ്ലിക്കേഷനാണ്, ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നു. അപ്പോൾ അതേപോലെ നമ്മുടെ മോണിറ്ററില്ലേ, നമ്മുടെ LCD TVയുടെ മോണിറ്റർ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ മോണിറ്റർ, ആ സ്ക്രീനെല്ലാം, ഈ സ്ക്രീനിലും എല്ലാം നമുക്ക് മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. നമുക്ക് റോബോട്ടിക്സ് നമ്മൾ അറിയാലോ. അപ്പോൾ ആ റോബോട്ടിക്സിനകത്ത് നമുക്ക് മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ അടുത്ത് പറയുവാണെങ്കിൽ നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റ് വരുവാണെങ്കിൽ അവിടെയും മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതായത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, അവിടെയും നമുക്ക് മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. എക്കണോമിക്സിനകത്ത് വരുന്നുണ്ട്, സർവേയിങ്ങിനകത്ത് വരുന്നുണ്ട്. അപ്പം ഭയങ്കര ഒരു വലിയ റേഞ്ച് ഓഫ് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിലൊക്കെ നമുക്കത് മെട്രിക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്ത് അതിനകത്ത് ഫർദർ അനാലിസിസ് ഒക്കെ നടത്താൻ പറ്റും. അപ്പം അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഇങ്ങനെ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും വാട്സാപ്പ് യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിനകത്ത് ക്രിപ്റ്റോഗ്രഫി എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് കോഡിങ്, ഡീകോഡിങ്, എൻക്രിപ്ഷൻ, ഇതിനകത്തൊക്കെ മെട്രിക്സ് വരുന്നുണ്ട്. അതായത് മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണത്. നമ്മളെല്ലാവരും വാട്സാപ്പിനകത്ത് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ ഒരു പർട്ടിക്കുലർ ആൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ അതിനകത്ത് കാണാറുണ്ട് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് എഴുതിയിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതെന്താന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ QR കോഡും പിന്നെ അതിൻ്റെ താഴെ കുറേ നമ്പേഴ്സും ഉണ്ടായിരിക്കും അല്ലേ? ആ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കീ ആണ്. അപ്പോൾ ആ QR കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കും. നമ്മൾ അയക്കുന്ന ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അവരൊരിക്കലും ആ മെസ്സേജ് ആയിട്ടല്ല സെൻഡ് ചെയ്യുന്നത്. അതിനെ നമ്പേഴ്സിലേക്ക്, ആ കീ യൂസ് ചെയ്ത് നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് പിന്നെ ചിലപ്പോൾ അത് ബിഗ് ഫോമിലേക്ക് ആക്കി പിന്നെ അതെങ്ങനെയാണോ സെൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ ആ ടെക്നിക്കൽ സൈഡ് ബാക്കിയല്ല. അപ്പോൾ ആ ടെക്നിക്കൽ സൈഡിലാണ് അത് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സെൻഡ് ചെയ്ത് അത് കിട്ടുന്ന ആളുടെ കയ്യിൽ നമ്മുടെ കയ്യിലുള്ള അതേ QR കോഡ് ആയിരിക്കും. അപ്പോൾ ആ ആളുടെ കയ്യിലുള്ള കീയും നമ്മുടെ സെയിം മൊബൈലിലെ വാട്സാപ്പിലുള്ള സെയിം കീ ആയിരിക്കും അയാളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ മെസ്സേജ് അവിടെ പോയി കഴിയുമ്പോഴേക്കും അത് അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ കീ യൂസ് ചെയ്ത് അതിനെ ഡീകോഡ് ചെയ്തെടുക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സിൻ്റെ ഒരു മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും യൂസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആണ് ആ ഒരു നമ്മുടെ എന്താണ് വാട്സാപ്പിനകത്ത് കാണുന്ന ആ മെസ്സേജ് അയക്കുന്നത്. കാരണം ഇതിന് ഇടയ്ക്കുള്ള ഒരാൾക്ക് ഈ മെസ്സേജ് കിട്ടിയാലും അയാളുടെ കയ്യിൽ കിട്ടുന്ന വേറെ എന്തെങ്കിലും ഒരു ഫോമായിട്ടായിരിക്കും. അയാൾക്ക് ആ മെട്രിക്സ് നമ്മൾ അയക്കുന്ന മെസ്സേജ് എന്താണെന്ന് അയാൾക്ക് മനസ്സിലാകത്തില്ല. അത് അറിയണമെങ്കിൽ അയാളുടെ കയ്യിൽ എന്തുണ്ടാവണം? നമ്മുടെ കയ്യിലുള്ള ആ QR കോഡിൻ്റെ താഴെയുള്ള കീ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് മെസ്സേജ് അയാൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്താണ്. അപ്പം നമ്മൾ സേഫ് ആയിട്ട് അയക്കുന്നതിനാണ് ഇപ്പോൾ ആ QR കോഡും താഴെയുള്ള കീയും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മെട്രിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അത് ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻവേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു മെസ്സേജിനെ എങ്ങനെയെന്നുള്ളൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫോമാണ് നമ്മൾ ആ വാട്സാപ്പിനകത്ത് കാണുന്നത്. ഓക്കെ, അത് നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് നോക്കാമോ? ഞാനിപ്പോൾ മെട്രിക്സിൻ്റെ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ, അതായത് എവിടെ യൂസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻക്രിപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാൻ ഡീകോഡ് ചെയ്യാൻ അങ്ങനത്തെ രീതിയിൽ ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. വാട്സാപ്പിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലായിരുന്നോ?
അപ്പോൾ അത് ഞാനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ എഴുതി കാണിച്ചു തരുവാണ്. ഇതൊരു മെസ്സേജ്, ഐ ആം രശ്മി എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഈ ചാനൽ RVS മാത്സ് അക്കാഡമിയാണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ പേര് രശ്മി എന്നാണ്. അപ്പോൾ ആ പേരാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ പേര് രശ്മി, ഐ ആം രശ്മി എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ഒരു മെട്രിക്സ് യൂസ് ചെയ്ത് ഇതിനൊന്ന് വേറൊരു ഫോമിലേക്ക് ആക്കാൻ പറ്റും. അത് നമ്മുടെ വാട്സാപ്പിനകത്ത് നടക്കുന്ന സെയിം കാര്യം. നമ്മളവിടെ ഞാൻ പറഞ്ഞു നിങ്ങളെ ആ QR കോഡിൻ്റെ താഴെ കുറേ നമ്പേഴ്സ് ഉണ്ട്, അതൊരു മെട്രിക്സ് ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഈ മെട്രിക്സ് നമ്പേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ അതിനകത്ത് വേറെയും കുറേ പ്രോസസ്സ് ഉണ്ട്. എന്നിട്ടാണ് അതിങ്ങനെ സെൻഡ് ചെയ്തിട്ട് അത് തിരിച്ച് നിങ്ങൾ ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അയാളുടെ കയ്യിൽ കിട്ടുമ്പോഴും അത് അതേ നമ്പേഴ്സായിട്ടായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണോ അത് സെൻഡ് ചെയ്യുന്നത് ആ ഫോമിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ബിറ്റ് ഫോമിൽ എങ്ങനെയാണോ അത് സെൻഡ് ചെയ്യുന്ന ആ ഫോമിൽ കിട്ടിയിട്ട് അവിടെ എത്തുമ്പോൾ വീണ്ടും അത് നമ്പറായിട്ടാണ് നിങ്ങളുടെ ആ കീ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ തന്നെ നിങ്ങളുടെ QR കോഡിൻ്റെ താഴെയുള്ള നമ്പേഴ്സ് പോലത്തെ കീ നമ്പേഴ്സ് തന്നെ നമ്മൾ സെൻഡ് ചെയ്യുന്ന ആളുടെ കയ്യിലും നമ്പേഴ്സ് ഉണ്ടായിരിക്കും. QR കോഡിൻ്റെ കീഴിൽ സെയിം നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ നമ്പേഴ്സ് യൂസ് ചെയ്ത് ഇതിനെ എന്ത് ചെയ്യും, അവിടെ എത്തുമ്പോഴേക്കും തിരിച്ച് കൺവേർട്ട് ചെയ്ത് പഴയ മെസ്സേജിലോട്ടേക്ക് നമ്മൾ അയച്ച മെസ്സേജിന് അയക്ക് കിട്ടുന്ന രീതിയിലാവും. ഓക്കെ, അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇതിനിടയ്ക്ക് ആർക്കും ഈ മെസ്സേജ് ചോർത്തിയെടുക്കാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളൊരു ചെറിയ എക്സാമ്പിൾ, നമ്മളൊരു മെട്രിക്സ് വെച്ച് ഒരു കുഞ്ഞ് മെട്രിക്സ് വെച്ചിട്ട് ഈ ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് ഐ ആം രശ്മി, എൻ്റെ പേര് രശ്മിയാണ്. പിന്നെ മറക്കരുത് ടീച്ചറിൻ്റെ പേര് രശ്മിയാണെന്നുള്ളത്. ഓക്കെ, അപ്പം ഇതെങ്ങനെ നമുക്ക് ഒരു മെട്രിക്സ് ആക്കി മാറ്റാം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിന് ഒരു ആൽഫബറ്റ് എല്ലാം നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, ABCD up to Z വരെ എഴുതിയിട്ടുണ്ട്. ഓരോരുത്തരുടെ താഴെ ഞാൻ 1 2 3 4 എന്ന് തന്നെ നമ്പേഴ്സ് കൊടുത്തു, up to 26 വരെ. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ 1 2 3 4 എന്നല്ലാണ്ട് വേണമെങ്കിൽ 2 നമ്പർ മാറ്റി, അപ്പോൾ അത് ഓരോരുത്തർ തീരുമാനിക്കുന്ന പോലെയാണ്. ഞാനിപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിന് അതേ നമ്പേഴ്സ് തന്നെ ഞാൻ താഴെ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ I എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തെ ലെറ്ററാണ്? I എന്ന് പറയുന്ന ലെറ്റർ 9th ലെറ്ററാണ്. ഓക്കെ, A എന്ന് പറയുന്ന ലെറ്റർ ആണെങ്കിലോ I എന്ന് പറയുന്ന ലെറ്റർ 9th ലെറ്ററാണ്. A എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്ററാണ്. അടുത്ത M എന്ന് പറയുന്നത് നോക്കിക്കേ 13th ലെറ്ററാണ്. അടുത്ത് R എന്ന് പറയുന്നത് 18th ലെറ്ററാണ്. E എന്ന് പറയുന്നത് 5th ലെറ്ററാണ്. S എന്ന് പറയുന്നത് 19th ലെറ്റർ. H എന്ന് പറയുന്നത് ഇവിടെ എത്രാമത്തെ ലെറ്ററാണ്? H എന്ന് പറയുന്ന 8th ലെറ്ററാണ്. M എന്ന് പറയുന്നത് അഗെയിൻ 13. I നമ്മൾ നേരത്തെ യൂസ് ചെയ്തതാണ് 9. ഇത്രയും ഞാൻ നമ്പേഴ്സ് കൊടുത്തു. അപ്പോൾ ഈ ഐ ആം രശ്മി എന്ന് പറയുന്നതിന് ഇടയ്ക്ക് സ്പേസ് ഇല്ലേ? ഓരോ I എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്, ആം എന്നുള്ള ഇത് കഴിഞ്ഞിട്ട് വീണ്ടും സ്പേസ് ഉണ്ട്, പിന്നെയാണ് രശ്മി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്പേസിന് നമ്മൾ 0 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 9 കഴിഞ്ഞ് അടുത്ത് വരേണ്ടത് 0 ആണ്. ദെൻ കോമ Aയുടെ 1 13, അടുത്ത് വീണ്ടും സ്പേസ് ആണ്, അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് 0. ഓക്കെ, കോമ ദെൻ അടുത്ത് രശ്മി എന്നുള്ളത്. ഇത് നമുക്കൊരു മെട്രിക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എങ്ങനെയാണ് മെട്രിക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഞാൻ ഇയാളെ ആദ്യത്തെ 9 0 1, അപ്പം 9 Iക്ക് ഡിനോട്ട് ചെയ്തു, സ്പേസിനെയാണ് 0, Aയുടെ 1 മാത്രം ഞാൻ ഇവിടെ എടുത്ത്. അടുത്ത് 13 0 18 5 19 8, അടുത്ത് 39. അപ്പോഴേക്കും തീർന്നല്ലോ. പക്ഷെ നമുക്കിവിടെ ഒരു എലമെൻ്റ് കൂടെ ബാക്കി വേണം അല്ലേ? അപ്പോൾ അത് സ്പേസ് ആണെന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വെച്ചാണ് നിങ്ങൾക്ക് തീരണമെങ്കിൽ ബാക്കി 2 സ്പേസ് ഇട്ടിരുന്നാൽ മതി. ഓക്കെ, നമ്മുടെ ഇതിനെങ്ങനെയാണ് ഇത് മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 3x3 മെട്രിക്സ് ചൂസ് ചെയ്യാം. ഇതിപ്പോൾ 3x3 ഇതൊരു 4 rows and 3 columns ഉള്ളതുകൊണ്ടാണ് ഞാൻ 3x3 മെട്രിക്സ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 3x3 മെട്രിക്സ് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഏതൊരു ടെസ്റ്റ് നോക്കിയിട്ട് അതിനകത്ത് നിന്ന് എയും A ഇൻവേഴ്സ് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ Aയെ ഞാൻ ഈ കിട്ടിയ മെട്രിക്സിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കൊരു ആൻസർ കിട്ടും. എനിക്ക് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ എഴുതി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഈ മെസ്സേജ് എന്താണോ അയാളൊരു മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കയ്യിലൊരു കീ, നമ്മുടെ QR കോഡിൻ്റെ താഴെ ഒരു കീ ഇല്ലേ, ആ കീ നമ്മുടെ മെസ്സേജുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്തു, വേറെ കുറേ നമ്പേഴ്സായിട്ട് മാറ്റി. ഇനി നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പേഴ്സ് ആണോ ബിറ്റ് ഫോമിലാണോ അതെങ്ങനെയാണ് സെൻഡ് ചെയ്യണമെന്നുള്ളത് വെച്ചാൽ ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ സയൻസുകാരുടെ വേയാണ്. അവർ ആ ഫോമിൽ ഇത് സെൻഡ് ചെയ്യും. സെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മെട്രിക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. നമ്മുടെ അപ്പുറത്തെ കയ്യിലുള്ള എന്തോ നമ്മൾ ആർക്കാണോ സെൻഡ് ചെയ്യണം അയാളുടെ കയ്യിൽ ഇത് കിട്ടുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ അയാളുടെ കയ്യിൽ എന്തുണ്ട്, നമ്മുടെ ഈ QR കോഡിൻ്റെ കീഴേ ഉള്ളതുപോലെ തന്നെ സെയിം നമ്പർ ഓഫ് നമ്പേഴ്സ് അയാളുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഏത് മെട്രിക്സ് ആണോ ഞാൻ എടുത്തേക്കുന്നത് അയാളുടെ ഇൻവേഴ്സ് ഞാൻ ഇയാളോട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് തിരിച്ച് ഈ മെട്രിക്സ് തന്നെ കിട്ടും. നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ എഴുതി വെച്ചാണ്. ഇവിടെ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വഴക്കുണ്ടാക്കാൻ വേണ്ട, നിങ്ങളത് കറക്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കറക്റ്റ് ലാസ്റ്റ് ആൻസർ സെയിം ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ,
ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ മെട്രിക്സ് ഇൻറ്റു ഇവിടെ എയുടെ ഇൻവേഴ്സ് ഞാൻ എന്താണ് എഴുതിയിരുന്നത് ആ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് പഴയ മെട്രിക്സ് തന്നെ കിട്ടി. അതായത് നമ്മുടെ മെസ്സേജ് എന്ത് തന്നെ കിട്ടി, ഐ ആം ലക്ഷ്മി. ഇതിനെ നമുക്ക് തിരിച്ചിങ്ങനെ 9 0 1 13 0 18 5 19 8 13 9 0 എന്നെടുത്ത് എഴുതി കഴിയുമ്പം ഇത് എന്ത് തന്നെയാണ്, 9 എന്ന് പറയുന്ന ഐ എന്ന ലെറ്റർ, ദെൻ സ്പേസ് ആം, അടുത്ത സ്പേസ് രശ്മി. ഓക്കെ, നമുക്ക് പഴയ മെസ്സേജ് തന്നെ തിരിച്ച് കിട്ടി. അപ്പോൾ നമുക്ക് ഇതുപോലെ എന്ത് മെസ്സേജ് വേണമെങ്കിലും നിങ്ങൾക്ക് മറ്റൊരാൾക്ക് അയക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ മെസ്സേജിനെ ഒരു മെട്രിക്സ് ആക്കി കൊടുത്താൽ മതി. ഇനി അതിൻ്റെ ഇൻവേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം മറ്റൊരാൾക്ക് ഡീകോഡ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് എന്തുവാ, ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ക്രിപ്റ്റോഗ്രഫിക്കകത്ത് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഞാൻ വാട്സാപ്പാണ് മെയിനായിട്ട് നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞു തന്നെ. അപ്പോൾ ഇതുപോലെയാണ് പലയിടത്തും ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി നമ്മുടെ സിലബസിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോഴേ ഇടയ്ക്ക് ഒരാൾക്ക് ഈ മെസ്സേജ് എന്തായാലും ചോർത്താൻ പറ്റത്തില്ല. അയാൾക്ക് ചോർത്തണം എന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ എന്തുണ്ടാവണം, നമ്മുടെ ഈ കീ അറിയാമെങ്കിൽ മാത്രമേ അയാൾക്ക് ഇടയ്ക്കുള്ള ഈ മെസ്സേജിന് ഇതിപ്പം എന്തുവാണെന്ന് തിരിച്ചയാൾക്ക് ഈ ഫോമിലേക്ക് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അയാളുടെ ഈ കീ ഉണ്ടായിരുന്നാൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. അല്ലാതെ വേറൊരാൾക്ക് ഈ മെട്രിക്സ് ഈ ഒരു മെസ്സേജ് എന്താണെന്നുള്ളത് ഇടയ്ക്കുള്ള ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ വാട്സാപ്പിൻ്റെ മെസ്സേജ് അയക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ, ഐ ആം ലക്ഷ്മി എന്ന് പറഞ്ഞൊരു എക്സാമ്പിളാണ് ഞങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി നിങ്ങളെ ഈ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. അപ്പോൾ ഈ ടീച്ചറിൻ്റെ പേര് ഒരിക്കലും മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാം. നമ്മുടെ ഈ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളത് ലീനിയർ ഓൾജിബ്ര എന്നാണ് സബ്ജക്റ്റിൻ്റെ നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി, ഞാൻ തുടങ്ങിയത് മെട്രിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മെട്രിക്സ് ആണ് വേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ ലീനിയർ ഓൾജിബ്ര എന്താണെന്നും പഠിക്കാനുള്ളത് എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ +2 പഠിച്ചു കഴിഞ്ഞ കുറച്ച് പോർഷൻ ഉണ്ട്. മെട്രിക്സിന്റെ തന്നെ നമ്മൾ പഠിച്ച് മറന്നു പോയിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചേക്കുമല്ലേ. അപ്പോൾ അതൊന്നും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ മുതലാണ് ശരിക്കും നമ്മുടെ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ആ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. എനിക്ക് ഞാൻ ഒരു മെട്രിക്സിന് എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്തപ്പം അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് എക്സാമ്പിൾ എഴുതി കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും പറയട്ടെ, എന്താ മെട്രിക്സ്. അപ്പോൾ ടീച്ചർ നിങ്ങളെടുത്ത് ചോദിക്കുവാണ് മെട്രിക്സ് എന്തുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ക്ലാസ്സിൽ ഓരോരുത്തരായിട്ട് പറയുന്നത് ഇറ്റ്സ് എ റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് റോസ് ആൻഡ് റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് എലമെൻറ്റ്സ്. പിന്നെ നമ്മുടെ വായിൽ വരുന്ന കുറേ സാധനങ്ങൾ പറഞ്ഞിട്ട് പറയും അത് റോസ് ആയിട്ടും കോളംസും ഒക്കെ ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ ഡെഫിനിഷൻ വിളിച്ച് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡെഫിനിഷൻ വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. എന്തുവാണ്, നമ്മുടെ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് മെട്രിക്സ് എപ്പോഴും എഴുതുന്നത്. അതിനകത്ത് റോസും കോളംസും ഉണ്ടായിരിക്കും. നമ്പേഴ്സ് മാത്രമല്ല, നമ്മൾ ആൽഫബറ്റ്സ് എഴുതാറുണ്ട്, ഒബ്ജക്ട്സ് എഴുതാറുണ്ട്, കളേഴ്സ് എഴുതാറുണ്ട്. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റിൻ്റെ പേര് എഴുതാൻ പറ്റും. പല സാധനങ്ങളും നമുക്കിങ്ങനെ മെട്രിക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിന് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ ഉള്ളത്. ഈവൻ സർവേ നടത്തുമ്പോൾ വരെ വേണമെങ്കിൽ നമുക്ക് മെട്രിക്സ് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു മെട്രിക്സ് എഴുതി കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ എത്ര റോയും എത്ര കോളമാണുള്ളത്? 2 റോയും 3 കോളമാണുള്ളതല്ലേ. 2 rows and 3 columns. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ് പറയുക, എത്ര റോ ഉണ്ട് എത്ര കോളം ഉണ്ട് എന്നുള്ളതാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ നോക്കി കുഞ്ഞുങ്ങളെ, നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ് എന്ന് ഞാൻ എഴുതിയപ്പോഴേ ഈ ഇൻറ്റു എന്നാണ് സിമ്പിൾ ഇട്ടത്. പക്ഷെ ഞാൻ എങ്ങനെയാണ് വായിച്ചത്, ബൈ എന്നാണ് വായിച്ചത്. അപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് എത്ര റോസ് ഉണ്ട്, 2 റോയാണ് ഉള്ളത്. അപ്പോൾ 2 ബൈ എത്ര കോളം ഉണ്ട്, 3 കോളം ഉണ്ട്. അപ്പം ബൈ 3. നമ്മളെപ്പോഴും ക്ലാസ്സിൽ ബെഞ്ചിലിരിക്കുക എന്നുള്ളത് റോയാണെന്നും നമ്മൾ അസംബ്ലിക്ക് നിൽക്കുന്നത് ഒരു കോളം ആണെന്നുള്ള രീതിയിൽ മനസ്സിലൊന്ന് ഓർത്ത് വെച്ചേക്കുന്നത്. റോയും കോളവും തമ്മിൽ മാറിപ്പോരുത്. ഞങ്ങൾക്ക് അത്രയ്ക്ക് അറിഞ്ഞുകൂടാത്തതല്ല, നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞിരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു. ഒരു മെട്രിക്സിന് എത്ര റോ ഉണ്ട് എത്ര കോളം ഉണ്ട് എന്നുള്ളതിനെ ഇതേപോലെ ഡിനോട്ട് ചെയ്യുന്നതിനെയാണ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത് പറയേണ്ടത് സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് പറയും. ഇത് റോസും കോളും എണ്ണം സെയിം ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. സ്ക്വയർ മെട്രിക്സിന് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. n/m എന്നുള്ള ഫോമിലായിരിക്കും, അല്ലെങ്കിൽ n/n എന്നുള്ള ഫോമായിരിക്കും. എക്സാമ്പിൾ എഴുതിയാൽ പോരെ, നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് സെയിം എന്നുള്ളത് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ എഴുതിക്കോളൂ. ഞാനൊരു എക്സാമ്പിൾ മാത്രമേ തന്നെ ഒരു 2/2 മെട്രിക്സ് എഴുതാൻ പറഞ്ഞാൽ 1 2 3 4 ഇത് ഒരു 2/2 മെട്രിക്സിന് എക്സാമ്പിൾ. അപ്പോൾ ഒരു 3/3 മെട്രിക്സിന് എക്സാമ്പിൾ എഴുതാൻ പറയുവാണെങ്കിൽ 1 2 3 4 5 6
7, 8, 9. ഇവിടെ 3 റോസും 3 കോളംസ്. ഇനി വേണമെങ്കിൽ 4x4 മെട്രിക്സ് നിങ്ങൾ എഴുതിക്കോളും. അപ്പം 2x2 മെട്രിക്സ് ആയാലും 3x3 മെട്രിക്സ് ആയാലും സ്ക്വയർ മെട്രിക്സിന് പ്രത്യേകത എന്തുവാണ്? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ +2 പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. മെട്രിക്സ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇതിനകത്ത് ഡയഗണൽ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഈ ഒരു സ്ക്വയർ മെട്രിക്സ് എഴുതി കഴിഞ്ഞപ്പോൾ ഡയഗണൽ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ 2 തരം മെയിൻ ഡയഗണൽ എലിമെൻ്റ് ഉണ്ട്, ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ് ഉണ്ട്. അതിൽ പ്രിൻസിപ്പൽ ഡയഗണൽ എലിമെൻറ്റ്സ് എന്നും ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ് എന്നും പറയും. അതായത് നമ്മുടെ ഈ ലെഫ്റ്റ് കോർണറിൽ നിന്ന് താഴേക്ക്, അതായത് ഈ 1, 5, 9 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഇവരെ പറയുന്നതാണ് മെയിൻ ഡയഗണൽ. മെയിൻ ഡയഗണൽ ഓർ പ്രിൻസിപ്പൽ ഡയഗണൽ. ഞാൻ വെറുതെ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇതേപോലെ തിരിച്ച ഓർഡറിൽ പറയുവാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ടേക്ക് പറയുവാണെങ്കിലോ 7, 5, 3 എന്നുള്ള ഈ ഓർഡറിൽ പറയുന്നത്, ഇങ്ങോട്ടാണ് ഡയഗണൽ പറയുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് ഓഫ് ഡയഗണൽ. ഓക്കെ, അപ്പോൾ മെയിൻ ഡയഗണൽ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നത്, എന്നാലും മറ്റൊന്നും കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു മെട്രിക്സ്, ഒരു സ്ക്വയർ മെട്രിക്സിന് ഇങ്ങോട്ട് ഡയഗണൽ പറയുന്നതിൽ അങ്ങോട്ടും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും മെയിൻ ഡയഗണലിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ 1, 5, 9 എന്ന് പറയുന്നതിനെ പറയുന്നത് മെയിൻ ഡയഗണൽ എലിമെൻ്റ് എന്ന് പറയും. മറ്റേത് എന്തുവാ? ഓഫ് ഡയഗണൽ എന്നാണ്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ സ്ക്വയർ മെട്രിക്സ് പറഞ്ഞു കഴിഞ്ഞു. സ്ക്വയർ മെട്രിക്സ് പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത് പറയുന്നത് എന്താണ്? ഡയഗണൽ മെട്രിക്സിനെ കുറിച്ച് അടുത്ത് പറയാം. അപ്പോൾ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും ഡയഗണൽ മെട്രിക്സ് എന്താണ്. അപ്പോൾ ഓർമ്മയുണ്ടോ ഡയഗണൽ മെട്രിക്സ് എന്താണ്? ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒരു മെട്രിക്സിന് ഡയഗണൽ എലിമെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ A = 1, 0, 0, 0, 2, 0, 0, 0, 3. ഇവിടെ ഡയഗണൽ എലിമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്തുവാണ്? ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, പക്ഷേ എന്തും കൂടെയാണ് ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഇതിനകത്ത് ഡയഗണൽ എലിമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഒരു മെട്രിക്സിന് ഡയഗണൽ എലിമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കും, ഈ ഡയഗണൽ എലിമെൻറ്റ് വേറെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഐഡൻറ്റിറ്റി എലിമെൻറ്റ് ഓർമ്മ വരുന്നുണ്ടായിരിക്കും. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓർമ്മ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് എന്തുവാണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ I എന്ന ഡിനോട്ട് ചെയ്യാറ്, അതിൻ്റെ ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം എന്തുവാണ്? 1 ആയിരിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ എല്ലാം 3x3 മെട്രിക്സ് എക്സാമ്പിൾ ചെയ്തത്. സെയിം 2x2 4x4 ഒക്കെ ഇത് പോസിബിൾ ആണ്. ഓക്കെ, അപ്പം ഇതെന്തുവാണ്? ഇത് ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്, ബട്ട് ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം എന്താവുന്ന കേസ്? 1 ആവുന്ന കേസ്. അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞൊരു മെട്രിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാലും ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്, ബട്ട് ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം സെയിം ആയിരിക്കും. അതായത് 2, 0, 0, 0, 2, 0, 0, 0, 2. ഇതൊരു സ്കെയിലാർ മെട്രിക്സ് ആണ്. സ്കെയിലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഡയഗണൽ മെട്രിക്സ്, ബട്ട് ഓൾ ദ ഡയഗണൽ എലിമെന്റ്സ് ആർ സെയിം. അപ്പം നിങ്ങളിപ്പോൾ ചോദിക്കും, അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആണോ? ആണ്. അതൊരു സ്കെയിലർ മെട്രിക്സ് ആണോ? ആണ്. ഡയഗണൽ മെട്രിക്സും ആണ്, കാരണം ഡയഗണൽ എലിമെന്റ്സ് മാത്രമേ ഉള്ളൂ. സ്കെയിലാറും ആണ്, പ്ലസ് എന്തും കൂടെയാണ്, ആ സ്കെയിലാർ എലിമെന്റ്സ് എല്ലാം 1 ആയിരിക്കുന്ന കേസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ആ ഡയഗണൽ എലിമെന്റ്സിൽ വരുന്ന ഡയഗണൽ മെട്രിക്സിനകത്ത് വരുന്ന സാധനങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് നമ്മൾ നോർമലി I എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം I എന്ന് ഐഡന്റിറ്റി മെട്രിക്സ് പറഞ്ഞതുപോലെ ചില കേസിൽ നമ്മൾ നൾ മെട്രിക്സ് എന്ന് പറയാറുണ്ട്. നൾ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് N എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്, 5 എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, N or 5. അതിൻ്റെ പ്രത്യേകം അതെന്തുകൊണ്ട് അങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? കാരണം ആ മെട്രിക്സിനകത്ത് വരുന്ന എല്ലാ എലമെൻസും 0 ആയിരിക്കും. ഇപ്പോൾ അത് 2x2 3x3 4x4 എന്തോ ആവട്ടെ, ആ മെട്രിക്സിനകത്ത് എലമെൻറ്റ്സ് എല്ലാം 0 എന്നുള്ള ഫോമിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, പക്ഷെ നമുക്കിവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ വേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അടുത്ത് നമുക്ക് ഇത് ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴാണ് മെട്രിക്സിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ അപ്പർ ട്രയാങ്കിൾ മെട്രിക്സും ലോവർ ട്രയാങ്കിൾ മെട്രിക്സും കേട്ടിട്ടുണ്ടോ? അപ്പോൾ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളടുത്ത് ആദ്യമേ പറഞ്ഞത്. അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് എന്നും ലോവർ ട്രയാങ്കിൾ മെട്രിക്സ് എന്നും പറഞ്ഞത് അതാണ്. ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും ഇപ്പോൾ വന്നത്. പേര് കേൾക്കുമ്പം ട്രയാങ്കുലർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തോ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ട് എന്നുള്ള രീതിയിലല്ലേ ഓർമ്മ വരിക. സെയിം ട്രയാങ്കിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ഷേപ്പ് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ട്രയാങ്കുലർ മെട്രിക്സ് നമുക്ക് 2 ടൈപ്പിലുണ്ട്. ഞാൻ ഒന്നിച്ചതങ്ങ് പറയുവാണേ. ഫസ്റ്റ് എന്ന് പറയുന്നത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. നമുക്ക് വേണം കേട്ടോ ഈ മെട്രിക്സ്. നമ്മൾ ഈ അപ്പർ ട്രയാങ്കിൾ മെട്രിക്സും ലോവർ ട്രയാങ്കിൾ മെട്രിക്സ് പോലെയൊക്കെ ആക്കിയിട്ടാണ് പ്രോബ്ലം ബാക്കി ചെയ്യുന്നത്. അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് ആൻഡ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. മെട്രിക്സിൻ്റെ പേരാണ് കേട്ടോ ഇത്. അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് ആൻഡ് ലോവർ ട്രയാങ്കിൾ മെട്രിക്സ്. ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണിച്ചില്ല, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഒരു മെട്രിക്സിനകത്ത്, ഒരു സ്ക്വയർ മെട്രിക്സിനെയാണ് നമ്മളെപ്പോഴും ട്രയാങ്കിൾ മെട്രിക്സ് ആക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡയഗണൽ മെയിൻ ഡയഗണൽ എലിമെൻറ്റിൻ്റെ മുകളിൽ മാത്രം എലിമെൻറ്റ് ഉണ്ടാവുകയും ബാക്കിയെല്ലാം 0 ആയി പോകുന്ന അവസ്ഥ. 1, 2, 3, 0, 4, 5, 0, 0, 6
ഇതാണ് ഒരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. മെയിൻ ഡയഗണൽ എലമെൻറ്റ് 1 4 6. ആ മെയിൻ ഡയഗണൽ എലമെൻറ്റിൻ്റെ മുകളിൽ എനിക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് ഇതാ ഫോം ചെയ്യാൻ പറ്റിയതുണ്ടോ. ഇതൊരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്, ഒരു ട്രയാങ്കിൾ ഷേപ്പിലായി മാറി. അപ്പോൾ ഇത് അപ്പർ പോർഷനിലാണ് ഈ ട്രയാങ്കിൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ്. ആ ഡയഗണൽ എലമെൻറ്റ് താഴെയെല്ലാം 0 ആയി പോകുന്ന അവസ്ഥ, അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ. അപ്പോൾ എന്തായിരിക്കും ലോവർ ട്രയാങ്കുലർ മാട്രിക്സ്? ആണ് എക്സാമ്പിൾ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? A ഈക്വൽ ടു ഡയഗണൽ എലമെൻറ്റ് താഴെ ആയിരിക്കും നമുക്ക് ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടാവുന്നത്. ഡയഗണൽ എലമെൻറ്റ് മുകളിലെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതുപോലെ 1 0 0 2 3 0 4 5 6. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഡയഗണൽ എലമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ 1 3 6 ആണ്. ഈ ഡയഗണൽ എലമെൻറ്റിന് താഴെ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ലോവർ ട്രയാങ്കുലർ. ഈ ഡയഗണൽ എലമെൻറ്റിൻ്റെ മുകളിലുള്ള എലമെൻറ്റ്സ് എല്ലാം എന്തായിപ്പോയി? 0 ആയിപ്പോയി. അപ്പോൾ ഇത് എനിക്ക് ഒന്നുമില്ല, +2 പഠിച്ചിട്ടുണ്ടെന്ന് ആദ്യമായിട്ടാണ് ഇപ്പോൾ കേൾക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർത്തോളൂ. അപ്പർ ട്രയാങ്കുലർ ഈ രണ്ടും ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഇതിൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ട്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ട്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ മുകളിൽ മാത്രം എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ താഴെ എല്ലാവരും 0 ആയിപ്പോവും. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ താഴെ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ മുകളിലത്തെ പോർഷൻ്റെ ആൾക്കാരെല്ലാവരും 0 ആയിപ്പോവും. ഇതാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ലോവർ ട്രയാങ്കുലർ മെട്രിക്സും. അപ്പോൾ ഇത് +1 +2 പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴായിരിക്കും ആദ്യമായിട്ട് കേൾക്കുന്നത്. നമുക്ക് ഇത് ആവശ്യമുള്ള കാര്യമാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്നും സ്ക്യൂ സിമെട്രിക് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്കൊരു സാധനം വേണമല്ലോ, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ ഈ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ചെയ്താൽ മതി. സപ്പോസ് എ എന്ന് പറയുന്നത് ABCDEF GHI എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതാൻ പറഞ്ഞാൽ എന്തുമായിരിക്കും? എ ട്രാൻസ്പോസ് എന്ന് നമ്മളെപ്പോഴും ഡിനോട്ട് ചെയ്യുന്ന എയുടെ മുകളിലൊരു ടീയുടെ സിമ്പിൾ ഇടും. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? റോയെ കോളോ ആയിട്ട് എഴുതുന്നതിനാണ്, അങ്ങനെ മാറ്റുന്നതിനാണ് നമ്മളിതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ. അതായത് ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളോ ആക്കും. ഇവിടുത്തെ ഫസ്റ്റ് റോ ABC ആണെങ്കിൽ ഇവിടെ അത് കോളോ ആയിട്ട് മാറും. അടുത്ത സെക്കൻഡ് റോ DEF, അത് നോക്കിക്കേ സെക്കൻഡ് കോളോ ആയി മാറി. തേർഡ് റോ GHI ഇതിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്പോസ് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് സ്കൂളിൽ നമ്മൾ എന്ത് പഠിപ്പിച്ചത്? അടുത്ത് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും എന്നും പറഞ്ഞിട്ട് 2 കാര്യങ്ങൾ പഠിപ്പിച്ചു. സിമെട്രിക് മെട്രിക്സ് അതൊക്കെ നമുക്ക് ഇപ്രാവശ്യം ആവശ്യമുള്ള കാര്യമാണ്. സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ ശ്രദ്ധിച്ചോളണം. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മൾ എയുടെ ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്യുമ്പം സെയിം എ തന്നെ കിട്ടുവാണെങ്കിൽ, A ഈക്വൽ ടു A ട്രാൻസ്പോസ് എന്നുള്ള ഫോമിൽ കിട്ടുവാണെങ്കിൽ അത്തരം മെട്രിക്സുകൾ നമ്മൾ എന്തെന്ന് പറയും? സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം. A is equal to 1 -3 -5 2 4 -3 2 4 -5 4 5. ഇപ്പം നോക്കിക്കേ, ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതുവാണെങ്കിൽ A ട്രാൻസ്പോസ് എഴുതുമ്പം ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 1 -3 -5 അതിന് ഞാൻ കോളോ ആയിട്ട് എഴുതുവാണേ. അടുത്ത സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ -3 2 4 അതിന് സെക്കൻഡ് കോളോ ആയിട്ട് എഴുതി. തേർഡ് റോ എന്ന് പറഞ്ഞാൽ -5 4 5 അതിന് ഞാൻ തേർഡ് കോളോ ആയിട്ട് എഴുതി. സെയിം തന്നെ അല്ലേ? A ഈക്വൽ ടു എന്തിനെ കിട്ടി? A ട്രാൻസ്പോസ് എന്ന് തന്നെ കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ മെട്രിക്സുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുമായിരിക്കും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ നമ്മൾ +2 പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ A ഈക്വൽ ടു -A ട്രാൻസ്പോസ് ആയിരിക്കും. അതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. A is equal to 0 -1 -2 0 1 0 3 അടുത്ത് 2 -3 0. ഇതിൻ്റെ A ട്രാൻസ്പോസ് എഴുതുമ്പോൾ നോക്കിക്കേ, A ട്രാൻസ്പോസ് ഈക്വൽ ടു ഫസ്റ്റ് റോയെ ഞാൻ ഫസ്റ്റ് കോളോ ആയിട്ട് എഴുതുവാണ്. അപ്പോൾ 0 -1 -2. സെക്കൻഡ് റോയെ സെക്കൻഡ് കോളോ ആയിട്ട് എഴുതുമ്പോൾ 1 0 3. തേർഡ് റോയെ തേർഡ് കോളോ ആയിട്ട് എഴുതുമ്പോൾ 2 -3 0. ഇവിടുന്ന് മൈനസ് പുറത്തേക്ക് എടുത്താൽ മാത്രമേ, കാരണം ഇവിടെ ഫസ്റ്റ് 0 -1 -2 വന്നിടത്ത് 1 2 വന്നു, ബട്ട് നെഗറ്റീവ് സൈൻ ഇല്ല. അതുപോലെ ഇവിടെ നേരത്തെ പോസിറ്റീവ് വന്നിടത്ത് നമുക്ക് നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇതിപ്പോൾ തിരിച്ച് പഴയ പോലെ A ആവണമെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് പുറത്തേക്ക് എടുത്താൽ മാത്രമേ നമുക്ക് ഇത് 0 -1 -2 1 0 3
2 minus 3 0. അപ്പോഴേ നമ്മുടെ പഴയ മെട്രിക്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ A ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ഓർ എ ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ്. അപ്പോൾ ഇങ്ങനത്തെ ഫോമിൽ വരുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഇതും നമ്മൾ +2 പഠിച്ച കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞു. അതിൻ്റെ ട്രയാങ്കിൾ മെട്രിക്സ് പുതുതായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇതായിപ്പം പഠിച്ചു കഴിഞ്ഞു. പിന്നെ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ എന്ത് പഠിച്ചു? ട്രാൻസ്പോസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിരുന്നതാണ് സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഇത് മറന്നു പോയത് നമുക്ക് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നൊരു ടോപ്പിക്കാണ്. ഈ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാനായിട്ടൊരു മെത്തേഡൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ സിമെട്രിക് മെട്രിക്സ് എന്താണ്? ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്താലും സെയിം മെട്രിക്സിനെ കിട്ടുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കൺസെപ്റ്റ് നിങ്ങൾ നേരത്തെ കേൾക്കാൻ ചാൻസ് ഇല്ല. അടുത്തെന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ഓഫ് എ മെട്രിക്സ് ആണ്. കോൺജുഗേറ്റ് ഓഫ് എ മെട്രിക്സ്, നിങ്ങൾ കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കോൺജുഗേറ്റ് ഓഫ് എ മെട്രിക്സ് അല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ കോൺജുഗേറ്റ് എഴുതാനൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ടാക്കി. അപ്പോൾ അതേ സംഭവം തന്നെ മെട്രിക്സിനകത്ത് നമുക്ക് എഴുതാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാവേ. എ ഈക്വൽ ടു 2 + i. ഐ എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലക്സ് നമ്പറാണ്, ഇമാജിനറി നമ്പറാണ്. അതുപോലെ -i 3 2 - 4i. ഞാൻ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എഴുതി. ഇതിൻ്റെ കോൺജുഗേറ്റിനെ നമ്മൾ എ ബാർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ ഇസഡിനെ കോൺജുഗേറ്റ് ഇസഡ് ബാർ എന്ന് എഴുതത്തില്ല, അതുപോലെ എ ബാർ എന്ന് കോൺജുഗേറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിലുള്ള സിമ്പൽ മാറ്റി എഴുതിയാൽ മതി. അതായത് 2 + i എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ 2 + iയുടെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 - i. അപ്പോൾ അങ്ങനത്തെ ഫോമിൽ എഴുതണം. 2 - i. ഇവിടെ -i എന്ന് പറഞ്ഞാൽ ഇമാജിനറി നമ്പർ അല്ലേ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെ സിമ്പൽ മാറണം. അപ്പോൾ -iയുടെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ +i. അതുപോലെ 3യുടെ കൂടെ എന്തില്ല? നമുക്ക് i ഇല്ല, ഇമാജിനറി പാർട്ടില്ല. അതുകൊണ്ട് 3 എന്ന് തന്നെ എഴുതിയത്. അവിടുത്തെ സിമ്പലിൻ്റെ വ്യത്യാസമില്ല. കാരണം ഇവിടെ കണ്ടോ റിയൽ പാർട്ടുകളൊന്നും മാറുന്നില്ല. ഇമാജിനറി പാർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള സൈൻ മാറ്റുക. 2 - 4i. -4iയുടെ സിമ്പൽ മാറുമ്പോൾ എന്താവും? അത് 2 + 4i. ഇതേപോലെ ഒരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് എഴുതാൻ പറഞ്ഞാൽ ആ മെട്രിക്സിനകത്ത് ഇമാജിനറി വാല്യൂ ഉണ്ടെങ്കിൽ, ഇമാജിനറി പാർട്ട് ഉണ്ടെങ്കിൽ ആ ഇമാജിനറി പാർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള എന്ത് ചെയ്താൽ മതി? സൈൻ മാറ്റിയാൽ മതി. പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ ഇത് പ്ലസ് ആവും. ഓക്കെ, അത്രയേ ഉള്ളൂ കോൺജുഗേറ്റ്. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് മെട്രിക്സിൻ്റെ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും. അതിപ്പോൾ കാൽക്കുലേറ്ററിലായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ഞാനിപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ഇൻവേഴ്സും ഉണ്ട് അതുപോലെ. അപ്പോൾ ഇൻവേഴ്സ് പക്ഷേ ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻവേഴ്സ് അതിനകത്ത് വരും. ഡയഗണലൈസേഷൻ എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ അവിടെ ഇൻവേഴ്സ് എനിക്ക് വീണ്ടും പറഞ്ഞു തന്നാൽ മാത്രമേ ആ പ്രോബ്ലത്തിന് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാൽക്കുലേറ്ററിലും ചെയ്യാൻ പറ്റും, അതല്ലാണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പെട്ടെന്ന് അപ്പോഴും ഞാൻ പറഞ്ഞു തന്നോളാം. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പഴയ പോർഷനകത്ത് ഞാൻ ഇൻവേഴ്സ് പറഞ്ഞിരുന്നില്ല. ബട്ട് അഡിഷനും സബ്ട്രാക്ഷനും പ്രോഡക്റ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ച് ഓരോ പ്രോബ്ലം വീതം ചെയ്തിട്ട് നമുക്ക് സിലബസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് ഇഫ് എ ഈസ് ഈക്വൽ ടു 2 3 4 1 - 1 2 4 5 3 and b is equal to 1 3 2 2 1 4 -1 -2 -1. ഈ രണ്ട് മെട്രിക്സ് എയും ബി എഴുതി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എ + ബി അഡിഷൻ ആയല്ലോ. അടുത്ത എ - ബി സബ്ട്രാക്ഷനും വന്നു. എ × ബി ആൻഡ് ബി × എ. ഓക്കെ, ചെയ്ത് നോക്കാം. എ + ബി ചെയ്യാം. എ + ബി ചെയ്യുമ്പോൾ എങ്ങനെയാണ്? രണ്ട് മെട്രിക്സിൽ തമ്മിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എ + ബി ഇസ് ഈക്വൽ ടു, നോക്കിക്കേ, ഓരോ മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 2 പ്ലസ് അതുപോലെ ബിയിലുള്ള ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1. 2 + 1 ഞാൻ എഴുതണോ ഇവിടെ? 3. അതുപോലെ 3 + 3 6. അതേപോലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യണം. അതാണ് ഇവിടെ മീനിങ്. ഒരു റോയിലെ ഫസ്റ്റ് എലമെൻ്റ് ആണെങ്കിൽ അടുത്ത മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അതുപോലെ ഇവിടെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റിനെ ആരുമായിട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ? തേർഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റുമായിട്ടൊന്നും പറ്റത്തില്ല. അടുത്ത് ഏത് മെട്രിക്സാണ് എടുത്ത് ആ മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റുമായിട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത് ഇവിടെ ആരാണുള്ളത്? 4. ഇവിടെ അതുപോലെ പ്ലേസ് ചെയ്യുന്ന ആളാരാണ്? 2. അതാണ് ഞാൻ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 4 + 2 എന്താ വരേണ്ടത്? 6. ഇതുപോലെ എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പം 1 + 2 3 ആണ്. അടുത്ത -1 + 1 0. ദെൻ 2 + 4 എന്ന് പറയുന്നത് 6. 4 - 1 3 5 - 2 again 3 3 - 1 2. എ + ബി കിട്ടിയില്ലേ? അപ്പോൾ അതേപോലെ ഇനി അടുത്തത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്തുമായിരുന്നു? എ - ബി ഫൈൻഡ് ചെയ്യാനായിരുന്നു. ഓക്കെ, അപ്പോൾ എ
മൈനസ് ബി. എ പ്ലസ് ബി പോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ മൈനസ് ബി. നമുക്ക് എ മൈനസ് ബി എന്ന് ചെയ്ത് നോക്കാം. എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എന്താ വേണ്ടത്? കറസ്പോണ്ടിങ് എലിമെൻറ്റുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. എയിൽ നിന്നാണ് ബിയെ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. സോ എയുടെ ഫസ്റ്റ് എലിമെൻറ്റ് 2, ബിയിൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെൻറ്റ് 1. 2 മൈനസ് 1, സോ 1 ആണ് ഇവിടെ വരേണ്ടത്. 3 മൈനസ് 3 0. 4 മൈനസ് 2 2. അടുത്ത് 1 മൈനസ് 2 മൈനസ് 1. മൈനസ് 1 മൈനസ് 1, അപ്പോൾ എന്താ വേണ്ടത്? മൈനസ് 2. 2 മൈനസ് ബിയിലെ എലിമെൻറ്റ് എന്താണ്? 4. 2 മൈനസ് 4 എന്ന് പറയുമ്പോൾ മൈനസ് 2. അടുത്തതുപോലെ എന്തുവാണ്? 4 മൈനസ് ഓഫ് മൈനസ് 1. 4 പ്ലസ് 1 എന്ന് പറയുന്നത് ദറ്റ് ഈസ് 5. ദെൻ 5 മൈനസ് ഓഫ് മൈനസ് 2. 5 പ്ലസ് 2 7. 3 മൈനസ് ഓഫ് മൈനസ് 1. 3 പ്ലസ് 1 ദറ്റ് ഈസ് 4. ഓക്കെ, എ മൈനസ് ബിയും ആയല്ലോ. ഇനി അടുത്ത ഇതേപോലെ എ ഇൻറ്റു ബി, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതൊക്കെ അറിയാം എന്നുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടെ. ഞാൻ ജസ്റ്റ് അറിഞ്ഞിടാത്തവരെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എ ബി ചെയ്യുവാണ്. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ എന്തുവാണ്? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. എയിലുള്ള ഫസ്റ്റ് റോയും ബിയിലുള്ള ഫസ്റ്റ് കോളവും. സോ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ്. സോ 2 ഇൻറ്റു 1 2 പ്ലസ് അടുത്ത ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് ഇൻറ്റു ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലമെൻറ്റ് 3 ഇൻറ്റു 2 6. അടുത്ത 4 ഇൻറ്റു അതേപോലെ ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റും ഫസ്റ്റ് കോളത്തിലെ തേർഡ് എലമെൻറ്റും 4 ഇൻറ്റു മൈനസ് 1 മൈനസ് 4. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളമാണ് അടുത്ത എലമെൻ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ എന്താ അത് വരിക? 2 ഇൻറ്റു 3 6. 3 ഇൻറ്റു 1 പ്ലസ് 3. അടുത്ത 4 ഇൻറ്റു മൈനസ് 2 മൈനസ് 8. അതുപോലെ ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം 2 ഇൻറ്റു 2 4. 3 ഇൻറ്റു 4 12. 4 ഇൻറ്റു മൈനസ് 1 മൈനസ് 4. ഓക്കെ, അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള എലിമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് അടുത്ത് എന്താ വരേണ്ടത്? സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം. അങ്ങനെയാണ് അടുത്ത 3 എലമെൻറ്റും വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും 1 ഇൻറ്റു 1 1 ഇത് എഴുതി. മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2. ദെൻ 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 1 മൈനസ് 2. അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം 1 ഇൻറ്റു 3 3. മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1. 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4. അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 2. അതുപോലെ എന്താ വരേണ്ടത്? മൈനസ് 1 ഇൻറ്റു 4 മൈനസ് 1 ഇൻറ്റു 4 മൈനസ് 4. ദെൻ 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2. അടുത്ത തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 4 ഇൻറ്റു 1 4 ആണ്. 5 ഇൻറ്റു 2 10. 3 ഇൻറ്റു മൈനസ് 1 മൈനസ് 3. 4 ഇൻറ്റു 3 third row into second column 4 into 3 12. 5 into 1 plus 5. 3 into minus 2 minus 6. Then 4 into 2 8. 5 into 4 എന്ന് പറയുന്നത് 20. 3 into minus 1 is minus 3. 8 plus 20 minus 3. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പം എ ബി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ദിസ് ഇസ് ഈക്വൽ ടു 4 1 12. Okay, 2 plus 6 8. 8 minus 4 4. 6 plus 3 9. 9 minus 8 1. 4 plus 2 16. 16 minus 4 12. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതും കൂടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 3 മൈനസ് 2 മൈനസ് 4. ദെൻ 11 11 25 എന്ന് എ ബി കിട്ടി. എ ഇൻറ്റു ബി. അപ്പോൾ എനിക്കൊരു ഡൗട്ടേ, എ ഇൻറ്റു ബി കിട്ടിയ ബി ഇൻറ്റു എയും സെയിം ആൻസറല്ലേ കിട്ടുക? അപ്പം നിങ്ങളിപ്പോൾ പറയും ഇല്ല സെയിം ആൻസർ കിട്ടില്ല, നമ്മളിത് +2 പഠിച്ചു കഴിഞ്ഞതാണ്, നമുക്ക് അറിയാമെന്ന് പറയാം. പറഞ്ഞുവിടാത്തവരെ ഓർമ്മിക്കുക എന്തുവാണ്? രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എ ബിക്കും ബി എക്കും സെയിം ആൻസർ കിട്ടത്തില്ല. പക്ഷേ സാധാരണ നമുക്ക് 2 ഇൻറ്റു 3 3 ഇൻറ്റു 2 രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ 2 ഇൻറ്റു 3 6 ആണ്. അതുപോലെ 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാലും 6 ആണ്. ഏത് ഓർഡറിൽ പറഞ്ഞാലും നമുക്ക് എന്തുവാണ് 6 എന്നതിന് ആൻസർ കിട്ടും. പക്ഷേ മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞ് കിട്ടുന്ന മെട്രിക്സ് ആയിരിക്കത്തില്ല ബി ഇൻറ്റു എ എന്ന് പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ അത് കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എ ബിയും ബി എയും കൂടെ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. സോ ബി എ എങ്ങനെയാണ് വരിക? ബി എ ഈസ് ഈക്വൽ ടു ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഒരു റോ ഞാൻ എഴുതി കാണിക്കാം. എങ്ങനെ? ആദ്യം ബിയിലെ ഫസ്റ്റ് റോ, ബി അല്ലേ ആദ്യം കിടക്കുന്നത്, അപ്പം ബിയിലെ റോ ഇൻറ്റു എയിലെ കോളം. ഇവിടുത്തെ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 1 3 2, ഇവിടുത്തെ കോളം 2 1 4. അപ്പോൾ 1 ഇൻറ്റു 2 2 പ്ലസ് അടുത്തെന്താ ഉള്ളത് ഇവിടെ 3 3 ഇൻറ്റു 1 പ്ലസ് 3. അടുത്ത 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ പ്ലസ് 8. അതുപോലെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 1 ഇൻറ്റു 3 3. അടുത്ത 3 ഇൻറ്റു മൈനസ് 1 മൈനസ് 3. 2 ഇൻറ്റു 5 10. അടുത്ത ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം 1 ഇൻറ്റു 4 4. ദെൻ 3 ഇൻറ്റു 2
6. അടുത്തെന്താ വരേണ്ടത്? 2 into 3 6 തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഇതേപോലെ അടുത്ത 2 കോളം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ ആൻസർ മാത്രം ഇത് കാണിക്കട്ടെ. ഓക്കെ, അടുത്ത് ഞാനിത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, എ ബിക്കും ബി എക്കും നമുക്ക് സെയിം ആൻസർ ആണോ കിട്ടിയത്? അല്ല, ഡിഫറെൻറ്റ് മെട്രിക്സാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 into 3 എന്ന് പറഞ്ഞാലും 6 ആണ്, 3 into 2 എന്ന് എഴുതിയാലും 6 തന്നെയാണ്. ഏത് ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആണ്. ബട്ട് മെട്രിക്സുകളുടെ കാര്യത്തിൽ അത് കറക്റ്റ് അല്ല. എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും സെയിം മെട്രിക്സ് കിട്ടത്തില്ല. അപ്പോൾ അത് എപ്പോഴും ഒന്ന് ഓർത്തോളണം. കാരണം നമുക്ക് ഡയഗണലൈസേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഇനി പഠിക്കുന്ന സിലബസിൽ കണ്ടില്ലായിരുന്നോ? അപ്പോൾ ആ ഡയഗണലൈസേഷൻ അവിടെ പ്രോഡക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഫോമിൽ അതേ ഓർഡറിൽ എഴുതിയാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് അറിയണമെങ്കിൽ നമ്മുടെ ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ മാത്രമേ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഓർഡർ നമുക്ക് എ ബി എന്ന് എഴുതാൻ നമുക്ക് അവകാശമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ കുറേ ഓർമ്മിപ്പിച്ചു. ഞാൻ ഇതിനകത്ത് പറയാത്ത ഒറ്റ ടോപ്പിക്കുകൾ എന്താണ്, മെട്രിക്സിനകത്ത് നിങ്ങൾ ഡിറ്റർമിനൻറ്റും ഇൻവേഴ്സും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഞാൻ പറയാത്തത് കാരണം ഡിറ്റർമിനൻറ്റ് എനിക്ക് എന്തായാലും ഇവിടെ ഇനി ഫൈൻഡ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞു ഡയഗണലൈസേഷൻ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവിടെ നമുക്ക് ഡിറ്റർമിനൻറ്റും വേണം, ഇൻവേഴ്സും ഫൈൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു എളുപ്പവഴിയും പറഞ്ഞു തരാം. അതേപോലെ തന്നെ പിന്നെ ഇൻവേഴ്സ് കാൽക്കുലേറ്ററിൽ ചെയ്യാനും പറ്റും. അപ്പോൾ അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അന്നേരം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി എല്ലാ കാര്യം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സും ട്രാൻസ്പോസ് എന്താണെന്നും പുതിയൊരു കാര്യം കോൺജുഗേറ്റ്, പിന്നെ ട്രയാങ്കിൾ മെട്രിക്സ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇങ്ങനത്തെ അല്ലെങ്കിൽ പ്രോഡക്റ്റ്, ഇത്രയും കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പഴയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. പിന്നെ മെട്രിക്സിൻ്റെ യൂസ് എന്താണെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത വീഡിയോയിൽ എന്തുവാണ്, നമ്മൾ ശരിക്കും സിലബസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ അതിനകത്ത് പറഞ്ഞില്ലേ, സിസ്റ്റം ഓഫ് ഇക്വേഷൻ, ലീനിയർ ഓൾജിബ്ര എന്തുവാണ്, പിന്നെ ഇതിനകത്ത് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്താണ്, റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിനി സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്.